ഹലോ എവരി വൺ, ഹാവ് യു ബീൻ ഹിയർ എന്ന എൻ്റെ ഏറ്റവും പുതിയ ചാനലിലെ ആദ്യത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ ഞാനിങ്ങനെ കുളിച്ചിറങ്ങി എൻ്റെ ബുള്ളറ്റൊക്കെ എടുത്തിട്ട് ഞാൻ പോകുന്നത് എറണാകുളം റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അവിടെ നിന്ന് ട്രെയിൻ പിടിച്ച് എൻ്റെ അമ്മ നാടായ കണ്ണൂരിലെ അടക്കാത്തോട്ടിലേക്ക് പോവുകയാണ് ശരിക്കും. ഇതിപ്പം ഇൻഫോ പാർക്കൊക്കെ കടന്ന് ഞാൻ താമസിക്കുന്ന പള്ളിക്കരയിലാണ്, അപ്പോൾ കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ ഞാൻ ഇൻഫോ പാർക്കൊക്കെ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും നല്ല കാഴ്ചകളാണ് ഈ സമയത്ത് ഇവിടെ എല്ലാം. എന്നിരുന്നാലും ഞാനിത് പൊതുവെ കാണാറില്ല, കാരണം ഞാൻ ഭയങ്കര മടിയനാണ്. ഞാൻ രാവിലെ എണീക്കുന്നത് വളരെ താമസിച്ചിട്ടാണ്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ സൂര്യൻ ഉദിച്ച് വരുന്നതും നല്ല നല്ല കാഴ്ചകളും പക്ഷികളും റോട്ടിൽ വലിയ തിരക്കൊന്നും ഇല്ലാത്ത റോഡും ഒക്കെ നമുക്കിവിടെ കാണാം. അത് ശരിക്കും ഈ സമയത്ത് എണീറ്റാൽ കാണാവുന്നതേ ഉള്ളൂ. ഇനി ഞാനിങ്ങനെ രാവിലെ എണീറ്റിട്ട് ഓരോന്ന് റെക്കോർഡ് ചെയ്യാനും ചിലപ്പോൾ എന്നെപ്പോലെ ഇത് കാണാതെ കിടക്കുന്ന നിങ്ങളിലുള്ള കുറേ പേരെ ഇത് കാണിക്കാനും ഞാൻ ശ്രമിക്കാം. അങ്ങനെ പോകുന്ന വഴി എനിക്ക് നല്ലപോലെ വിശന്നപ്പം ഞാനവിടെ കെട്ടുവെള്ളം എന്ന് പറയുന്ന വൈറ്റിലയിലുള്ള റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് 2 അപ്പവും 2 മുട്ടയിട്ടൊരു മുട്ടക്കറിയും ഒരു കാപ്പിയും മേടിച്ചു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കറിയും നല്ല അപ്പവുമായിരുന്നു. ഞാനിതിന് മുന്നേ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് എനിക്കിഷ്ടമായതുകൊണ്ടാണ് ഞാനത് കഴിച്ചത്. പിന്നെ നല്ല കാപ്പിയാണ് അവിടെ കിട്ടുന്നത്. മൊത്തം 119 രൂപയാണ് എനിക്കായത്. അങ്ങനെ ഞാൻ വണ്ടി ഓടിച്ച് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ പാർക്കിങ്ങിൽ കൊണ്ടുവന്നിട്ട് ബുള്ളറ്റ് കൊണ്ടുപോയി പാർക്ക് ചെയ്തു. എന്നിട്ട് മെല്ലെ നടന്ന് പാർക്കിംഗ് സ്റ്റിക്കറും മേടിച്ചിട്ട് ടിക്കറ്റ് എടുത്തു. എറണാകുളം റെയിൽവേ സ്റ്റേഷൻ്റെ 6ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെയുള്ള പാർക്കിങ്ങിലാണ് ഞാൻ വണ്ടി വെച്ചത്. എറണാകുളത്ത് നിന്നും തലശ്ശേരി വരെ എനിക്ക് 100 രൂപയാണ് ടിക്കറ്റ് ചാർജ് ആയിട്ടുള്ളത്. അങ്ങനെ ഞാൻ 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന എറണാകുളം എക്സ്പ്രസ്സിനെ കാത്തുകൊണ്ട് മെല്ലെ നടന്ന് 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് പോകുന്നത്. ഞാൻ ഇപ്രാവശ്യം കുറേ നാൾ കൂടിയിട്ട് ടിക്കറ്റ് റിസർവ് ചെയ്യാതെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ട്രാവൽ ചെയ്യാം എന്ന് വിചാരിച്ചു. ഞാൻ ഈ ട്രെയിൻ തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം ഏകദേശം 13 വർഷം മുമ്പ് 2012 ഞാൻ ഡിഗ്രി പഠിക്കാനായിട്ട് എറണാകുളത്തേക്ക് വന്നപ്പം ഈ ട്രെയിനിലായിരുന്നു വന്നത്. ഇവിടെ നോക്കിയാൽ കാണാം, നമ്മുടെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നടക്കുന്ന പണികളാണ് ഇവിടെ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അവധി ഒക്കെ ആവുന്നത് കൊണ്ടായിരിക്കണം ഞാനത് 1-ാം തീയതി റെക്കോർഡ് ചെയ്തൊരു വീഡിയോ ആണ്. അത് നിങ്ങൾക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇടാൻ കുറച്ച് താമസിച്ചു പോയിട്ടുണ്ട്. അപ്പം എറണാകുളം എക്സ്പ്രസ് മെല്ലെ നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ 3 എന്ന് പറഞ്ഞിട്ട് 1ലേക്കാണ് ശരിക്കും വന്നത്. അത് ഇടയ്ക്കൊരു റീ അനൗൺസ്മെൻ്റ് ഉണ്ടായി. അങ്ങനെ ഞാൻ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് നിന്നായിരുന്നു. 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഇത് വരുമ്പോഴത്തേക്കും അവിടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ കൂടുതലും യങ് പീപ്പിൾസാണ്. കാരണം എനിക്ക് തോന്നുന്നു അവരുടെ വെക്കേഷൻ 2-3 ദിവസത്തെ അവധിയുള്ള അവരുടെ വെക്കേഷൻ അവരുടെ വീട്ടിലേക്ക് പോയി ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം സീറ്റ് കിട്ടുമെന്നൊന്നും എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ആ ട്രെയിനിനകത്തേക്ക് നോക്കിയാലും കുറേ പേര് അതിനകത്ത് ഇരിക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ ഞാൻ ഒരുവിധം ട്രെയിനിനകത്ത് കയറി. പ്രതീക്ഷിച്ച പോലെ തന്നെ സീറ്റൊന്നും കിട്ടിയില്ല. ഞാൻ ഇങ്ങനൊരു വ്ളോഗ് തുടങ്ങണം എന്ന് കുറേ വർഷമായിട്ട് ആലോചിക്കുന്നതാണ്. ശരിക്കും 2016 അന്നത്തെ എൻ്റെ മാനേജറായിരുന്ന മനീഷ് എന്നോട് എൻ്റെ ട്രാവലൊക്കെ കണ്ടിട്ട് എന്നോടൊരു വ്ളോഗ് തുടങ്ങുന്നത് നന്നായിരിക്കുമെന്ന് അന്നേ പറഞ്ഞതാണ്. പക്ഷേ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെയുള്ള മടി കൊണ്ടും അല്ലെങ്കിൽ ഒരു ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ളൊരു ചമ്മൽ കൊണ്ടും ഞാൻ അന്നത് തുടങ്ങിയില്ല. ഇന്നും ശരിക്കും ആ ചമ്മലും മടിയൊക്കെ ഉണ്ട്. എന്നിരുന്നാലും തുടങ്ങിക്കളയാം എന്ന് ഞാൻ വിചാരിച്ചു. ഇത് ശരിക്കും ഞാൻ തുടങ്ങുന്നത് എൻ്റെ ഡെയിലി ലൈഫ്, അല്ലെങ്കിൽ ഞാൻ പോകുന്ന യാത്രകൾ, ഞാൻ കഴിക്കുന്ന ഫുഡ്, ഞാൻ കാണുന്ന സിനിമകൾ, എൻ്റെ കാഴ്ചപ്പാടുകൾ, എൻ്റെ അഭിപ്രായങ്ങൾ ഒക്കെ രേഖപ്പെടുത്താൻ ഉള്ളൊരു പ്ലാറ്റ്ഫോം മാത്രമായിട്ടാണ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അഭിപ്രായങ്ങളോട് യോജിപ്പോ വിയോജിപ്പോ ഉണ്ടാവാം. അത് നിങ്ങൾക്ക് എന്നോട് എങ്ങനെയും ഹെൽത്തി ആയിട്ട് അറിയിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളങ്ങനെ അറിയിച്ചാൽ എൻ്റെ അറിവും ഞാനിതിലൂടെ കൊടുക്കുന്ന കാര്യങ്ങളും ഒക്കെ വ്യക്തമായിട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഞാൻ ട്രെയിനിൽ കയറിയിട്ട് കുറച്ച് നേരമായി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു വിൻഡോ സീറ്റ് കിട്ടിയായിരുന്നു. പക്ഷേ ദുർഭാഗ്യവശാൽ അവിടെ ഒരു ചാർജിങ് പോർട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ടായില്ല. അങ്ങനെ ഞാനിങ്ങനെ ട്രെയിനിലിരുന്ന് യാത്ര ചെയ്യുകയാണ്. രാവിലെ വെള്ളം മേടിക്കാനായിട്ട് ഇതിനകത്തോട്ടൊരു വെള്ളത്തിൻ്റെ കുപ്പി പോലും കൊണ്ടുവരുന്നില്ല. എന്താ കാര്യമെന്ന് എനിക്കറിയില്ല. ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ കുടയൊന്നും എടുത്തിട്ടില്ല. പൊതുവേ ബുള്ളറ്റിലും കാറിലും നടക്കുന്നതുകൊണ്ട് അങ്ങനെ കുട കൊണ്ടു നടക്കുന്ന ശീലമില്ല.
ഇതിപ്പോൾ ഭാരതപ്പുഴയാണ് ഈ കാണുന്നത്. അത്യാവശ്യം വെള്ളമുണ്ട്. ഈ ഭാരതപ്പുഴ കഴിയുമ്പോൾ തന്നെ ഷൊർണൂർ എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ എത്തും. അവിടെ എത്തുമ്പോഴത്തേക്കും ആരെങ്കിലും വെള്ളവും കൊണ്ടുവരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശരിക്കും ഈ ട്രെയിൻ യാത്രകൾ എന്നും ഭയങ്കര മെമ്മറബിളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിലായിരുന്നത് കൊണ്ട് തന്നെ എല്ലാ വെക്കേഷനും നാട്ടിലേക്ക് വരാനായിട്ട് മംഗളയോ കേരളയോ പിടിച്ച് നാട്ടിലേക്ക് എത്തണം എന്നായിരുന്നു എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. ആകെ 2 മാസം അവധിയുള്ളൂ. അപ്പോൾ മംഗളം പിടിച്ച് കണ്ണൂരോ കേരള പിടിച്ച് തിരുവനന്തപുരത്തുള്ള കസിൻസിൻ്റെ അടുത്തോ ഒക്കെ എത്തി ആ വെക്കേഷൻ കാലം അവിടെ ആഘോഷിക്കാനായിരുന്നു എന്നും ആഗ്രഹം. ഞാൻ ജനിച്ച് ഏകദേശം 6 മാസമുള്ളപ്പം എൻ്റെ അമ്മ എന്നെ ഇതേപോലെ കണ്ണൂരിൽ നിന്ന് ഡൽഹിക്ക് കൊണ്ടുപോയതാണ്. അതിനുശേഷം എണ്ണാനാവാത്തത്രോളം യാത്രകൾ ഞാൻ ട്രെയിനിലായിട്ട് കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് ട്രെയിൻ യാത്രകൾ ഭയങ്കര ക്ലോസ് ടു ഹേർട്ട് ആൻഡ് വളരെ പ്രിയപ്പെട്ട ഒരു മോഡ് ഓഫ് ജേണിയാണ്. ഞാൻ എല്ലാ വർഷവും അവസാനം ഒരു ലോങ് നോർത്ത് ഇന്ത്യൻ ട്രിപ്പ് പോകാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഈ വർഷവും അത് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ട്രെയിൻ യാത്രകളിൽ ഉള്ള എൻ്റെ കൂടുതൽ കാഴ്ചകളും എൻ്റെ കൂടുതൽ അനുഭവങ്ങളും ഞാൻ അതിലൂടെ പങ്കുവെക്കുന്നതായിരിക്കും. ഇതിപ്പോൾ ഈ കാണുന്നത് ഒരു ട്രെയിൻ മെല്ലെ കോയമ്പത്തൂർ, പാലക്കാട് കോയമ്പത്തൂർ ആ ഒരു ഓപ്പണിങ്ങിലൂടെ കോയമ്പത്തൂർ റൂട്ടിലൂടെ ഷൊർണൂരിൽ നിന്ന് കടന്നു പോകുന്ന കാഴ്ചയാണ്. നല്ല രസമുണ്ട്. അങ്ങേറ്റത്ത് വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ഒരു ഓപ്പണിംഗ് ആയിരിക്കണം, അതിലേ ആയിരിക്കണം അത് കടന്നു പോകുന്നത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നെങ്കിലും വെള്ളം കുറച്ച് കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ദൗർഭാഗ്യവശാൽ അവിടെ നിന്നും വെള്ളത്തിൻ്റെ കുപ്പിയൊന്നും ഞാൻ കണ്ടില്ല. ട്രെയിൻ പെട്ടെന്ന് എടുക്കുകയും ചെയ്തു. ഒത്തിരി ഹോൾട്ട് ഉണ്ടായില്ല. ഇതിപ്പോൾ ഞാനൊന്ന് ഇരുന്ന് മയങ്ങി കുറച്ച് നേരം ഒരു വെബ് സീരീസ് കണ്ടു, ക്രിമിനൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. തലശ്ശേരി എത്താറായിട്ടുണ്ട്. അമ്മ അവിടെ വന്ന് നിൽക്കുമെന്നാണ് പറഞ്ഞത്, മംഗലാപുരത്ത് നിന്ന്. ഞങ്ങൾ രണ്ടുപേരും കൂടി തലശ്ശേരിയിൽ നിന്ന് ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് അവിടെ സെലക്ട് എന്ന് പറയുന്ന ബസ് സ്റ്റാൻഡിനടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലിൽ ചെന്നു. അവിടുന്ന് ഒരു ചിക്കൻ ബിരിയാണിക്കാണ് ഓർഡർ കൊടുത്തേക്കുന്നത്. തലശ്ശേരി ബിരിയാണി എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷ ഓർഡർ ചെയ്തതാണ്. ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ്. പക്ഷേ വലിയ രുചിയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. ഇപ്പോൾ കൊച്ചിയിൽ കിട്ടാത്ത തരം ബിരിയാണികളില്ല. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ തലശ്ശേരിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് 5-10 മിനിറ്റിനിടയ്ക്ക് കൊട്ടിയൂർക്ക് ബസ്സുണ്ട്. കൊട്ടിയൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദക്ഷിണകാശി എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ എല്ലാ മഴ സമയത്ത് നടക്കുന്ന വൈശാഖ മഹോത്സവം ഭയങ്കര ഫേമസ് ആണ്. ആളുകൾ ഇളനീരം ചുവന്ന് തലശ്ശേരി, കണ്ണൂർ തൊട്ട് കാൽനടയായിട്ട് അമ്പലത്തിലേക്ക് എത്തുന്നത് കാഴ്ച ഇവിടെ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര കൗതുകമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഐതിഹ്യങ്ങളൊക്കെ അറിഞ്ഞത്. ദക്ഷയാഗം നടന്നു എന്നറിയപ്പെടുന്നൊരു സ്ഥലമാണ് കൊട്ടിയൂർ. അപ്പം കൊട്ടിയൂരിൽ നിന്ന് ഏകദേശം ഒരു 7 കിലോമീറ്റർ ദൂരെയാണ് ഞങ്ങളുടെ വീട്. ഞങ്ങൾ പോകുന്ന വഴി കേളകം എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഇറങ്ങി അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് വീട്ടിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. കേരളത്താണ് ഞാൻ സ്കൂളിലും പഠിച്ചത്. ഇത് കേരളം സ്റ്റാൻഡിൽ നിന്നുള്ള കൊട്ടിയൂരിൻ്റെ കാഴ്ചയാണ്. അങ്ങ് ദൂരെ കാണുന്ന 3 അടുപ്പുകല്ലുകൾ പോലത്തെ മലനിരകളാണ് പാലുകാച്ചി മല. ശിവനും പാർവതിയും അവിടെ ഇരുന്ന് പാലുകാച്ചി എന്നാണ് ഇവിടുത്തെ ഐതിഹ്യം പറയുന്നത്. ഇതിപ്പോൾ ഞങ്ങളിവിടെ സ്റ്റാൻഡിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്കൊരു 8-10 കിലോമീറ്ററോളം ഉണ്ട്. ഇപ്പോൾ ചുറ്റിയാണ് പോകുന്നത്, ഇരട്ടത്തോട് എന്ന് പറയുന്ന സ്ഥലം വഴി. അപ്പം ഞങ്ങൾ ആ വഴി ബാവലിപ്പുഴയും കടന്ന് പോകാനായിട്ട് സ്റ്റാൻഡിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ചു. അമ്മച്ചി പറഞ്ഞിരുന്നു ചിക്കനും. എൻ്റെ വീടും എൻ്റെ സ്ഥലവും ഒക്കെ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത സെഗ്മെൻറ്റിൽ ഞാൻ ചെയ്യുന്നതാണ്. അതിൽ കാണാനായിട്ട് കുറച്ചധികം ഉണ്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ടും ഞാൻ വോയിസ് ഓവർ ചെയ്തങ്ങനെ എനിക്ക് ശീലമില്ലാത്തത് കൊണ്ടും ഒരുപാട് അപാകതകൾ ഉണ്ടാവാം. നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായം എന്നോട് പറയുക. എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നും എന്തൊക്കെ ഉൾപ്പെടുത്താമെന്നും നിങ്ങളെന്നെ അറിയിക്കുക. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഹാവ് യു ബീൻ ഹിയർ?